മലയാള സിനിമയിലെ കറുത്ത സുന്ദരി ആര്? ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സൂര്യ. കാക്കനാടൻ എഴുതിയ പറങ്കിമല എന്ന നോവൽ ഭരതൻ ചലച്ചിത്രമാക്കിയപ്പോൾ അതിൽ നായികയായി വന്നത് സൂര്യയായിരുന്നു. പറങ്കിമലയിൽ സൂര്യയുടെ അഭിനയശേഷിയല്ലായിരുന്നു ഭരതൻ ചൂഷണം ചെയ്തത്. അവരുടെ കറുത്ത ശരീരത്തിൻ്റെ മാദകത്വം നിറഞ്ഞ സൗന്ദര്യമായിരുന്നു. പറങ്കിമല വിചാരിച്ചതുപോലെ വലിയൊരു ഹിറ്റൊന്നുമായില്ല. പക്ഷേ സൂര്യ, കറുത്ത സുന്ദരിയായ സൂര്യ, അന്നത്തെ യുവാക്കളുടെ ഹൃദയം കവർന്നു. അതിനുശേഷം സൂര്യയെ തേടി എത്തിയതൊക്കെ കറുത്ത സുന്ദരിയുടെ മാദക വേഷങ്ങൾ. കറുപ്പിന് ഏഴഴക് ഉണ്ട് എന്ന് മലയാള സിനിമയ്ക്ക് പറഞ്ഞു കൊടുത്ത ആദ്യത്തെ നടി ഒരു പക്ഷേ സൂര്യയായിരിക്കും. ശാരദയും കനകദുർഗയും ഒക്കെ മാനിറമായിരുന്നു. സൂര്യ നല്ല കറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് അവർക്ക് ലഭിച്ചത്. ദളിത് യുവതിയുടെ മാദക വേഷം, വേലക്കാരിയുടെ വേഷം, അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ അവർക്ക് ലഭിച്ചു. പറങ്കിമലയ്ക്ക് ശേഷം സൂര്യ അഭിനയിച്ചത് രതിലയം എന്ന ചിത്രത്തിലാണ്. ആ ചിത്രം വലിയ ഹിറ്റായിരുന്നു. പിന്നീട് വനിതാ പോലീസിൽ അവർ അഭിനയിച്ചു. KG ജോർജിൻ്റെ ക്ലാസിക് ചിത്രമായ ആദാമിൻ്റെ വാരിയലിൽ സൂര്യ വളരെ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു KG ജോർജ് സാറാണ് സൂര്യയുടെ അഭിനയശേഷി നന്നായി ചൂഷണം ചെയ്തത്. അവരുടെ ശരീര വടിവുകൾ ചൂഷണം ചെയ്യാനായിരുന്നു പറങ്കിമലയിൽ ഭരതൻ ശ്രമിച്ചത്. പക്ഷേ ആദാമിൻ്റെ വാരിയലിൽ സൂര്യയുടെ ശരീര വടിവിനപ്പുറം അവരുടെ അഭിനയശേഷി KG ജോർജ് സാർ ചൂഷണം ചെയ്തു. ഉയരം ഞാൻ നാടാകെ എന്ന ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം സൂര്യ അഭിനയിച്ചു. ഇലഞ്ഞിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു. 50ഓളം ചിത്രങ്ങളിൽ സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അഭിനയശേഷി ചൂഷണം ചെയ്യുന്ന ചിത്രങ്ങൾ വിരളമാണ്. സൂര്യയ്ക്ക് മലയാളം അത്ര അറിയില്ലായിരുന്നു. ആന്ധ്രാപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ കുടുംബമായിരുന്നു സൂര്യയുടേത്. സൂര്യ 80കളിൽ മലയാള സിനിമയിൽ കറുത്ത സുന്ദരിയായി, കറുത്ത മുത്തായി അറിയപ്പെട്ടു. സൂര്യ ഒരു വിവാദത്തിനും ഇട കൊടുത്തില്ല തൻ്റെ അഭിനയ ജീവിതത്തിൽ. വിവാദങ്ങൾക്കൊന്നും ഇടം കൊടുക്കാതെ സൂര്യയുടേതായ തുരുത്തിൽ ഒതുങ്ങിക്കൂടി. മലയാള സിനിമ മാറി 80കളുടെ മധ്യത്തിൽ. മേനകയും അംബികയും അങ്ങനെ പുതിയ പുതിയ നടിമാർ കടന്നു വന്നു. ആ നടിമാർ കടന്നു വന്നപ്പോൾ പഴയ സംവിധായകരും പാർശ്വവൽക്കരിക്കപ്പെട്ടു. KG ജോർജിനൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ സിനിമ. ഭരതൻ പുതിയ പരീക്ഷണങ്ങൾ തേടിപ്പോയപ്പോൾ തൻ്റെ പറങ്കിമലയിലെ നായികയെ മറന്നു. സൂര്യ പിന്നീട് വിവാഹം കഴിച്ച് ചെന്നൈയിലേക്ക് കുടിയേറി. പിന്നീട് സൂര്യയെപ്പറ്റി അറിയുന്നത് എൻ്റെ സുഹൃത്തായ ഷിജീഷ് UK കേരള കൗമുദിക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു. കേരള കൗമുദി വാരികയ്ക്ക് വേണ്ടി അവരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഷിജീഷിന് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഇൻ്റർവ്യൂകൾ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് അവൻ നന്നായി ചെയ്തു. ഇപ്പോൾ സൂര്യ വീണ്ടും ലൈംലൈറ്റിൽ വന്നിരിക്കുന്നു. ഫേസ്ബുക്ക് കുറിപ്പുകളിലൊക്കെ സൂര്യയെ ഓർക്കുന്നവർ ഇങ്ങനെ പല വിധത്തിലുള്ള കുറിപ്പുകൾ എഴുതുന്നു.
നല്ലൊരു നടിയായിരുന്നു സൂര്യ എന്ന് നിസ്സംശയം പറയാം. പക്ഷേ അവരുടെ ശരീരഭംഗിയെ ചൂഷണം ചെയ്യാനാണ് ഭരതനടക്കമുള്ള സംവിധായകർ ശ്രമിച്ചത് എന്ന നഗ്നമായ സത്യവും സിനിമാ കേരള വിളിച്ചു പറയും. സിനിമാ കേരള ഇങ്ങനെയാണ് വിളിച്ചു പറയും പച്ചയായ സത്യങ്ങൾ.